നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള, ഞാൻ ഒരുപാട് പേര് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു പായസമാണ് നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം അല്ലേ, ചുവന്നരി വെച്ചിട്ടുള്ള പായസം. ഇത് സാധാരണ പൊങ്കാല ദിവസങ്ങളിലും അതുപോലെ തന്നെ അമ്പലത്തിലെ വിശേഷ ദിവസങ്ങളിലൊക്കെ കുറച്ച് കിട്ടും ഇലയിൽ. അതിങ്ങനെ കഴിച്ച് അയ്യോ തീർന്നു പോകുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. വീണ്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാനും പറ്റുമല്ലോ. പക്ഷേ എന്നാലും നമ്മുടെ വീട്ടിൽ എപ്പോഴും പാൽപ്പായസം അല്ലെങ്കിൽ പലതരത്തിലുള്ള വേറെ പായസമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ഈ പായസം ഉണ്ടാക്കാനൊക്കെ ആൾക്കാർക്ക് അറിയെങ്കിൽ പോലും വീട്ടിലങ്ങനെ എപ്പോഴും തയ്യാറാക്കാറില്ല. എന്നാലും കൊതി ഭയങ്കരമായി പിടിപ്പിക്കുന്നൊരു പായസമല്ല ഇത്. ഈ റെഡ് റൈസ് പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ചുവന്നരി ആദ്യം നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യണം. ആദ്യം നന്നായിട്ട് ഇതിൽ മൂപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് അടുപ്പൊക്കെ കത്തിച്ച് നല്ല രസമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ പായസത്തിൻ്റെയൊക്കെ പ്രത്യേകത പെട്ടെന്ന് കഴിക്കാൻ തോന്നും കേട്ടോ. പെട്ടെന്ന് കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി എന്തായിരിക്കും? ഓടിപ്പോയി കുക്കർ എടുക്കുക, കുക്കറിൽ ചോറ് വേവിക്കുക, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അരി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നെയ്യിൽ. അതിനുശേഷം ഇനി നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. പലരും പല രീതിയിലായിരിക്കും അരി വേവിക്കുക. അപ്പോൾ ഈ റെഡ് റൈസ് ഞാൻ വേവിക്കുന്നത് ആദ്യം ഒരു 2 വിസിൽ വെച്ചതിന് ശേഷം പിന്നെ ഓപ്പൺ ചെയ്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു 3 വിസിൽ. കറക്റ്റ് പാകത്തിൽ ഇത് ഇതുപോലെ വെന്തിട്ടുണ്ടാകും. പക്ഷേ പായസം ആയതുകൊണ്ട് തന്നെ ഈ വേഗലൊന്നും പോരാ. ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയ കുക്കർ എടുക്കാം. വലിയ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര വൈറ്റ് ശർക്കര ചേർക്കുകയാണെങ്കിൽ പായസത്തിൻ്റെ കളർ കുറവായിരിക്കും. ഇതുപോലെ ഡാർക്ക് കളർ ശർക്കര ചേർക്കുകയാണെങ്കിൽ പായസത്തിന് കളർ കുറച്ച് കൂടുതലായിരിക്കും. കളറുള്ള പായസത്തിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ ശർക്കര നന്നായി ഉരുകിയതിന് ശേഷം ഒന്ന് അരിക്കണമെങ്കിൽ അരിച്ചെടുക്കാം. ഇതിൽ കരടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാനൊന്ന് അരിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ഞാൻ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം 3 ഏലക്ക ചതച്ചതോടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് തുടങ്ങട്ടെ. തിളയ്ക്കുന്ന സമയം തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം തിളയ്ക്കാൻ ഇതിന് കൂട്ടായിട്ട് നമ്മുടെ ചുവന്നരി വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്നിച്ചിട്ടൊക്കെ വേവിക്കാറുണ്ട്. പക്ഷേ എങ്കിലും അടി പിടിക്കാതെയും അതുപോലെ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി ഇത് തിളയ്ക്കട്ടെ. തിളച്ച് ഒന്ന് കുറുകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ആൾ വേറെയാണ്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കാറില്ലേ? ശർക്കര, അരി, പിന്നെ മെയിനായിട്ട് തേങ്ങ ചെറുകിയ തേങ്ങയും ഈ നമ്മുടെ ചേർത്ത് കൊടുത്തിട്ടുള്ള അരിയുടെ ഒരു 1/4 ഭാഗവും തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കും. തേങ്ങ ഒരുപാട് നമുക്ക് ഈ പായസത്തിൽ കിട്ടാറുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ചിലർക്ക് തേങ്ങ കൂടുതൽ ഇഷ്ടമാണ്, ചിലർക്ക് കുറവ് ഇഷ്ടമാണ്. എനിക്കെന്തായാലും ഈ പായസത്തിൽ തേങ്ങ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായി തിളക്കട്ടെ. ആ സമയത്ത് നമുക്കൊരു സൈഡിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങക്കൊത്ത് നന്നായിട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ മുന്തിരിയൊന്നും അധികം നമ്മൾ ഈ പായസത്തിനകത്ത് കിട്ടാറില്ല. വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിതിൽ കുറച്ച് ബദാം കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ബദാം കട്ട് ചെയ്ത്, ബദാം ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം മൂപ്പിച്ച് റെഡിയാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അതായത് നമ്മുടെ ചോറ് നല്ല പാകത്തിന് വെന്ത് ആ ചോറെല്ലാം ഒന്ന് മുറിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പാകമാണ് ഈ പായസത്തിൻ്റെ പാകം. ഒപ്പം തന്നെ തേങ്ങയുടെ മണം അവിടെ വരുന്നില്ലേ? ആ ഏലക്കയും തേങ്ങയും ശർക്കരയും ഈ ഒരു സ്മെല്ലറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പായസമാണല്ലേ. നല്ല വാസനയാണ്. ശരിക്കും അമ്പലമൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഈ പായസത്തിൻ്റെ മണം. എന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ബദാമും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നാലും മൂപ്പിച്ച തേങ്ങാക്കൊത്തും ആ നെയ്യുടെയും വാസനയും കൂടെ വന്നപ്പോണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റായിട്ട് ഒരു രക്ഷയില്ല. ഭയങ്കര മണമാണ്. ഒരുപാട് കൊതിപ്പിക്കുന്ന ആ ടേസ്റ്റും മണവും ഒക്കെ തരുന്ന നമ്മുടെ ഈ പായസം ഒന്ന് തണുക്കട്ടെ. ഇപ്പം കഴിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. ഭയങ്കര ചൂടാണ്. തണുത്തിട്ട് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഇത് തയ്യാറാക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ അയൽക്കാരും നമ്മുടെ അടുത്തുള്ളവരും എല്ലാവരും ഓടി ഒന്ന് ചോദിക്കും, എന്താ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കും. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള പായസമാണ്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരെയും കൊതിപ്പിക്കുന്ന നമ്മുടെ രസകരമായിട്ടുള്ള ചുവന്നരിയുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഒന്ന് തണുക്കുമ്പോൾ കഴിക്കാം.